സംസ്ഥാന മന്ത്രിസഭയിലും LDFിലും വീണ്ടും പ്രതിസന്ധി. NCP ഘടകകക്ഷി വഴിയാണ് പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. NCP നോമിനികളായി മന്ത്രിസഭയിലെത്തിയ മന്ത്രി AK ശശീന്ദ്രനും അതോടൊപ്പം തന്നെ തോമസ് കെ തോമസ് അടക്കമുള്ള MLAമാർക്കും ഇപ്പോൾ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ്. മന്ത്രി AK ശശീന്ദ്രനും തോമസ് കെ തോമസിനും മുന്നറിയിപ്പ് നൽകി NCP ദേശീയ നേതൃത്വം രംഗത്തെത്തിയതോടെയാണ് പ്രശ്നം കൂടുതൽ വഷളായിരിക്കുന്നത്. പ്രഫുൽ പട്ടേലാണ് ഇരുവർക്കും നോട്ടീസ് നൽകിയിരിക്കുന്നത്. ശരത് പവാറിനൊപ്പമാണെങ്കിൽ MLA സ്ഥാനം ഉടൻ രാജിവെക്കണമെന്നും അല്ലെങ്കിൽ തങ്ങളുടെ NCPയിൽ ചേരണം എന്നുമാണ് അറിയിച്ചുകൊണ്ട് AK ശശീന്ദ്രനും തോമസ് കെ തോമസിനും പ്രഫുൽ പട്ടേൽ കത്തയച്ചിരിക്കുന്നത്. ശരത് പവാറിനൊപ്പം തുടർന്നാൽ കേരളത്തിലെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാകുമെന്നാണ് പ്രഫുൽ പട്ടേലിന്റെ മുന്നറിയിപ്പ്. കത്തിനെ ഗൗരവമായി കാണുന്നില്ലെന്നും അവഗണിക്കാനാണ് തീരുമാനമെന്നും മന്ത്രി AK ശശീന്ദ്രൻ ഇന്ന് രാവിലെ പ്രതികരിച്ചിരുന്നു. വർക്കിംഗ് പ്രസിഡന്റ് എന്ന പേരിലാണ് പ്രഫുൽ പട്ടേൽ കത്തയച്ചത്. എന്നാൽ പാർട്ടി ഭരണഘടന പ്രകാരം ഇങ്ങനെയൊരു പദവിയില്ല. മാത്രമല്ല NCPയിലെ ഇരുവിഭാഗത്തിൻ്റെയും വാദങ്ങൾ നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. കേരളത്തിലെ നിലവിലെ സാഹചര്യം വെച്ച് MLAമാരെ അയോഗ്യരാക്കാൻ കഴിയില്ല. 2 MLAമാരും ഒരേ പക്ഷത്ത് ഉറച്ചു നിൽക്കുകയാണെന്നും ശശീന്ദ്രൻ പറഞ്ഞിരുന്നു. ശരത് പവാറിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് തോമസ് കെ തോമസും അറിയിച്ചു. കത്തയച്ച നടപടി അനാവശ്യമെന്നാണ് തോമസ് കെ തോമസിന്റെ പ്രതികരണം. എന്നാൽ NCP ദേശീയ നേതൃത്വത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്ന കേരള സ്റ്റേറ്റ് കമ്മിറ്റി ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുകയാണ്. സ്പീക്കർക്ക് ഉടൻ കത്ത് നൽകുമെന്നും നടപടി ആവശ്യപ്പെടുമെന്നും NCP സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടി കൊച്ചിയിൽ പറഞ്ഞു. NCPയുടെ തർക്കവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധി പ്രകാരം പാർട്ടി രണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അവിടെയുള്ള സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ടുമാണ് കേസിൻ്റെ മുഖ്യ തുടക്കം, അതിൻ്റെ ആധാരം അതാണ്. എന്നാൽ മഹാരാഷ്ട്ര എന്നുള്ള രാജ്യസഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഇലക്ഷൻ കമ്മീഷൻ താൽക്കാലികമായി ശരത് പവാറിനൊരു ചിഹ്നവും അജിത് പവാർ വിഭാഗത്തിന് ചിഹ്നവും നൽകി. പാർലമെൻറ്റ് ഇലക്ഷനോടുകൂടി അത് വീണ്ടും അതേ ചിഹ്നം തന്നെ നൽകിക്കൊണ്ട് മത്സരിപ്പിക്കുകയുണ്ടായി. ഇപ്പം NCPയുടെ ദേശീയ സ്ഥാനം, അത് ദേശീയ പാർട്ടി എന്നുള്ള സ്ഥാനം നഷ്ടപ്പെട്ടതിന് ശേഷം ഇന്ന് സ്റ്റേറ്റ് പാർട്ടികളാണെല്ലാം. കഴിഞ്ഞ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിലും അതിനു മുമ്പേ ഈ പറയുന്ന വിധി ഓൾറെഡി വന്നതിൻ്റെ വെളിച്ചത്തിൽ NCPSന്, അതായത് ശരത് പവാർ വിഭാഗത്തിന് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു അവർക്ക് ചിഹ്നവും NCPയുടെ ഒറിജിനലായിട്ടുള്ള പാർട്ടി ചിഹ്നമായ ക്ലോക്ക് അജിത് പവാർ വിഭാഗത്തിനും, എന്ന് വെച്ചാൽ അജിത് പവാർ വിഭാഗത്തിനെ ശരിയായിട്ടുള്ള NCPയായി അംഗീകരിച്ചു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെങ്കിൽ, ഇവിടെ മത്സരിച്ചിട്ടുള്ളത്, ഇവിടെ അതിനിടയ്ക്ക് അത്തരം ഇലക്ഷനെ ഒന്നും വന്നിട്ടില്ല, ഇവിടെ മത്സരിച്ചിട്ടുള്ള 2 പേരും NCP ചിഹ്നത്തിൽ മത്സരിച്ചവരാണ്. അപ്പോൾ അവർ തീർച്ചയായും ഇവിടുത്തെ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാതെ ഇവിടെ NCPSൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുകയും തോമസ് കെ തോമസ് അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് ചാർജ് എടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ശശീന്ദ്രനും ആ പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ തോമസ് കെ തോമസ് ഇത്തരത്തിൽ ചാർജ് എടുത്തപ്പോഴാണ് പ്രഫുൽ പട്ടേൽ നാഷണൽ വർക്കിംഗ് പ്രസിഡന്റ് ഇത്തരത്തിൽ കത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള നിലയ്ക്ക് നോട്ടീസ് കൊടുത്തിരുന്നു. അതുകൊണ്ട് അതിന് മറുപടി ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരാഴ്ച തരണം എന്ന് കൊടുത്തിട്ടും അവർ കുറേ നാളുകൾ അതിനെ മറുപടി കൊടുത്തിട്ടില്ല. അതിന് മുമ്പേ ഒഫീഷ്യലായിട്ട് സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ പല പരിപാടികളും മീറ്റിങ്ങുകൾക്കും ഒഫീഷ്യലായിട്ട് രജിസ്ട്രേഡ് പോസ്റ്റ് വരെ ഇവർക്ക് അയച്ചിട്ടുണ്ട്. ഇവരൊന്നിലും പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ നോട്ടീസ്, ആദ്യത്തെ നോട്ടീസ് 31/5 2 പേർക്കും മെയിലിലും രജിസ്ട്രേഡ് പോസ്റ്റായിട്ടും അവരുടെ ഒഫീഷ്യൽ അഡ്രസ്സിലേക്കും അവർ വീട്ടഡ്രസ്സിലേക്കും അയച്ചിട്ടുണ്ട്. അത് ദേശീയ നേതൃത്വം അവിടെ നിന്നാണ് അയച്ചിട്ടുള്ളത്. എന്നാൽ അതിന് മറുപടി കിട്ടാതെ വന്നപ്പോഴാണ് കഴിഞ്ഞ മാസം 16/6 വീണ്ടും അവർ മറുപടി നൽകാത്തതുകൊണ്ട്, കാരണം ഒരാഴ്ചത്തെ ടൈം കൊടുത്തിരുന്നു, ഒരാഴ്ചയും കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ ശേഷമാണ് ഇവരെ പാർട്ടിയിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരോട് പാർട്ടിയുടെ ഇത്തരത്തിലുള്ള യാതൊന്നിലും വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. ആ ലെറ്ററിൻ്റെ കോപ്പി വായിച്ച വളരെ മനസ്സിലാവും.
അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടി വീണ്ടും സ്പീക്കർക്ക് കത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഈ അസംബ്ലി തുടങ്ങുമ്പോൾ തന്നെ സ്പീക്കർ കത്ത് കൊടുക്കും. സ്പീക്കറാണ് അതിൽ നടപടി എടുക്കേണ്ടത്. ഇപ്പോൾ ഇന്നത്തെ ചാനൽ ചർച്ചകളിൽ തോമസ് പറഞ്ഞു, സ്പീക്കർ, ഞങ്ങളുടെ സ്പീക്കർ എന്നാ തീരുമാനമെടുക്കാനാ, അതൊന്നും ഉണ്ടാവില്ല എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു. അപ്പോൾ അവരുടെ സ്പീക്കർ എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞായിക്കോട്ടെ. സ്പീക്കർ കത്തുകൊടുത്ത് സ്പീക്കർ അതിൽ തീരുമാനം എടുത്തില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഹൈക്കോടതിയിൽ പോകും. ഇതെല്ലാം വളരെ കൃത്യമായി ഓരോ നടപടികളും അതിൻ്റെ സുപ്രീം കോടതിയുടെ വിധി പ്രകാരമുള്ള, ഇലക്ഷൻ കമ്മീഷൻ്റെ അത് പ്രകാരമുള്ള അഡ്വൈസ് അടക്കം എടുത്തുകൊണ്ടാണ് പാർട്ടി ഇത് വളരെ കൃത്യമായിട്ട് പോകുന്നത്. ഒരു സംശയവും വേണ്ട. സ്പീക്കർ അവരെ അയോഗ്യരാക്കിയില്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോയി അവരെ അയോഗ്യരാക്കുന്ന നടപടി എടുക്കാനാണ് പാർട്ടി ദേശീയ നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. ആ നടപടികളുമായിട്ട് സംസ്ഥാന കമ്മിറ്റിയും അത് അത്തരത്തിൽ നടപടി ആവശ്യമാണെന്നുള്ളത് ദേശീയ നേതൃത്വത്തിന് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടി വെളിച്ചത്തിലാണ് ഇത്തരത്തിൽ നടപടി വരുന്നത്. അതുണ്ടായിരിക്കും. നിയമസഭ തുടങ്ങുന്ന ഉടനെ തന്നെ സ്പീക്കർക്ക് കത്ത് നൽകും. സ്പീക്കറാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. നടപടി അനുകൂലമായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും NA മുഹമ്മദ് കുട്ടി വ്യക്തമാക്കി.